റബ്ബർ മലയോര മേഖലയുടെ സാമ്പത്തിക നട്ടെല്ലായി വളർന്നു വരുന്ന കാലഘട്ടത്തിൽ റബ്ബർ മേഖലയ്ക്ക് വേണ്ട സംരക്ഷണവും വികസനവും ഉറപ്പാക്കുന്നതിനും ഇടനിലക്കാരുടെയും ഇടത്തട്ടുകാരുടെയും ചൂഷണങ്ങളിൽ നിന്ന് മോചനം നൽകുന്നതിനും റബ്ബർ കർഷകന് ഒരു കൈത്താങ്ങായാണ് റബ്ബർ ബോർഡ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. റബ്ബർ കൃഷിക്ക് സാങ്കേതിക സഹായം ലഭ്യമാക്കുക, സർക്കാരിന്റെ സഹായ സഹകരണങ്ങൾ യഥാവിധി കർഷകരിലേക്ക് പകർന്നു നൽകുക, റബ്ബർ കൃഷിക്ക് ശാസ്ത്രീയമായ സഹായങ്ങൾ നൽകുക എന്നീ ആശയങ്ങളുടെ ഒരു സമഗ്രതയുടെ പരിണിത ഫലമായിരുന്നു അത്. നമ്മുടെ നാട്ടിൽ അനേകം കാർഷിക വിളകളുണ്ടെങ്കിലും ഒരു വിളയുടെ വിത്ത് മുതൽ വിപണി വരെയുള്ള സമഗ്ര വികസന പ്രവർത്തനങ്ങൾ ഒരു കുടക്കീഴിൽ നടക്കുന്നത് റബ്ബർ ബോർഡിലൂടെ മാത്രമാണ് എന്നത് ശ്രദ്ധേയമാണ്. അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന കർമ്മമത്രേ വിദ്യാഭ്യാസം. മഹത്തായ ഒരു കാർഷിക പാരമ്പര്യത്തിന് ഉടമകളാണ് നാം ഭാരതീയർ. അതുകൊണ്ട് തന്നെ കാർഷിക വിദ്യാഭ്യാസത്തിനും നമ്മൾ അതിപ്രാധാന്യം കൽപ്പിക്കുന്നു. അത്തരത്തിലുള്ള ഒരു മികച്ച സംരംഭമാണ് റബ്ബർ ബോർഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. സമഗ്രവും സമ്പൂർണവുമായ മറ്റൊരു കാർഷിക വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ രാജ്യം കടന്നുപോകുമ്പോഴാണ് ശാസ്ത്രീയമായി റബ്ബർ കൃഷി പ്രോത്സാഹിപ്പിക്കുവാനായി 1994 ട്രെയിനിംഗ് ഡിപ്പാർട്ട്മെന്റിന് റബ്ബർ ബോർഡ് തുടക്കമിടുന്നത്. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ സ്ഥാപനമായ റബ്ബർ ബോർഡിന്റെ തന്ത്രപ്രധാനമായ ഒരു ശാഖയാണ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. 2000 ആണ്ടോടെ കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയിൽ സ്ഥാപിതമായ റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ന് കർഷകന്റെ കൈത്താങ്ങാണ്. റബ്ബർ കൃഷി, സംസ്കരണം, ഉൽപാദനം, ഉൽപ്പന്ന നിർമ്മാണം, വിപണനം എന്നിവയെല്ലാമായി 50ഓളം പരിശീലന പദ്ധതികളാണ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിവരുന്നത്. ലോകമെമ്പാടുമുള്ള റബ്ബർ ഉൽപാദക രാജ്യങ്ങളിൽ ഇന്ത്യക്ക് മാത്രമാണ് ഇത്തരത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വന്തമായുള്ളത്. കർഷകർ, വ്യാപാരികൾ, വ്യവസായികൾ തുടങ്ങി റബ്ബറിൽ താൽപ്പര്യമുള്ള എല്ലാവർക്കും പ്രത്യേക ട്രെയിനിംഗ് പദ്ധതികളും യൂണിവേഴ്സിറ്റി റബ്ബർ ടെക്നോളജി വിദ്യാർത്ഥികൾക്കുള്ള ട്രെയിനിംഗ് പദ്ധതികളും റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിവരുന്നു. ഇതിനു പുറമെ നിരവധി വിദേശ രാജ്യങ്ങൾക്കായി അന്താരാഷ്ട്ര ട്രെയിനിംഗ് പദ്ധതികളും ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. 10 പേരുടെ ഒരു ഗ്രൂപ്പ് ആവശ്യപ്പെട്ടാൽ ഉടൻ വേണമെങ്കിലും ട്രെയിനിംഗ് നൽകാൻ സന്നദ്ധമായ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് RPSകൾക്കായി നേതൃത്വ പരിശീലനം, ബിസിനസ് പരിശീലനം എന്നിവ നടത്തിവരുന്നു. കർഷക കൂട്ടായ്മകൾക്ക് അവരുടെ സ്ഥലങ്ങളിൽ വെച്ച് തന്നെ ഏകദിന പരിശീലന പരിപാടികളും ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും നടത്തുന്നു. ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് റബ്ബർ ബോർഡ് ചെയർമാൻ ശ്രീമതി ഷീല തോമസ് IAS ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മാമിനോട് തന്നെ നമുക്ക് കൂടുതലായി ചോദിച്ചറിയാം. നമസ്കാരം മാം. ഏതൊരു മേഖലയിലും നിരന്തരമായ ഇത്തരം പരിശീലനങ്ങളിലൂടെയാണ് ആ ഒരു മേഖല ശരിയായൊരു വളർച്ചയും കാര്യക്ഷമതയും നേടാൻ സാധിക്കുന്നത്. ഇത്തരം ട്രെയിനിങ് സ്ഥാപനങ്ങൾ റബ്ബർ മേഖലയെ എങ്ങനെ സഹായിക്കുന്നു? റബ്ബർ മേഖലയിൽ എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് റബ്ബർ ബോർഡ്. അതായത് കൃഷിക്ക് ആവശ്യമായ പ്ലാന്റിംഗ് മെറ്റീരിയൽ ഉൽപ്പാദനം മുതൽ അതിൻ്റെ വിപണനത്തിന് സഹായിക്കൽ, വ്യവസായ രംഗത്ത് ആവശ്യമായ ലൈസൻസിങ്, അങ്ങനെ എല്ലാം ഏകീകൃതമായിട്ട് ചെയ്യുന്ന സ്ഥാപനമാണ് റബ്ബർ ബോർഡ്. റബ്ബർ ബോർഡിൻ്റെ ആദ്യകാലം മുതൽ തന്നെ റബ്ബറിലെ വികസന റിസർച്ച് വിഭാഗങ്ങൾ കൃഷിക്കാർക്കും മറ്റുള്ള മേഖലയിൽ ആവശ്യമുള്ളവർക്കും ട്രെയിനിങ് നൽകിയിരുന്നു. എന്നാൽ നമ്മളുടെ ഈ ആഗോളവൽക്കരണമൊക്കെ വന്ന സാഹചര്യത്തിൽ ട്രെയിനിങ്ങിന് കൂടുതൽ ഊന്നൽ നൽകേണ്ട ആവശ്യമുണ്ട് എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു റബ്ബർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ തീരുമാനിച്ചതും 2000 ഇത് നിലവിൽ വന്നതും. തുടർന്ന് റബ്ബർ ബോർഡ് നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ തന്നെ ഒരു ഏകീകൃത രൂപത്തിൽ ആളുകളിൽ ആ പരിശീലനം എത്തിക്കുന്നതിന് വേണ്ടിയാണ്. പരിശീലനത്തിൻ്റെ പ്രസക്തി നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എല്ലാ രംഗത്തും വളരെയേറെ മത്സരം ഏറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് റബ്ബർ മേഖലയിലും ആളുകൾക്ക് ആ മേഖല കൊണ്ട് അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അധികം പ്രയോജനം ലഭിക്കണമെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് അവർക്ക് നൽകേണ്ട ആവശ്യമാണ്. അതുപോലെ തന്നെ അവരുടെ കഴിവുകൾ വികസിപ്പിക്കേണ്ടതും ആവശ്യമാണ്. അതാണ് നമ്മൾ റബ്ബർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശീലനത്തിലൂടെ നൽകാൻ ശ്രമിക്കുന്നത്.
റബ്ബർ വ്യവസായ മേഖലയിലെ പരമാവധി തൊഴിലവസരങ്ങൾ മെച്ചപ്പെടുത്തുവാൻ, വർദ്ധിപ്പിക്കുവാൻ ഇത്തരം ട്രെയിനിങ് സ്ഥാപനങ്ങൾ വഴി സാധിക്കുന്നുണ്ടോ? ഒരു പരിധി വരെ സാധിക്കുന്നുണ്ട്. പൂർണ്ണമായി സാധിക്കുന്നു എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ ശ്രമം. ഇപ്പം നമുക്കറിയാം, നമ്മളുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനമൊക്കെ തന്നെ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം ഒന്ന് തൊഴിലില്ലായ്മയാണ്. അതോടൊപ്പം തന്നെ തൊഴിൽ വൈദഗ്ധ്യമുള്ളവരെ ലഭിക്കുവാനുള്ള ഒരു വളരെ വലിയ ബുദ്ധിമുട്ട് നമ്മുടെ രാജ്യം ഇന്ന് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി തന്നെ ഒരു വലിയ പദ്ധതിയായിട്ട് സ്കിൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ തുടങ്ങുകയും അതിലൂടെ തൊഴിൽ അഭ്യസിച്ച ആളുകളെ കൂടുതലായിട്ട് സൃഷ്ടിക്കാനുള്ള സാഹചര്യം ഒരുക്കാനും ഒക്കെ ശ്രമിക്കുന്നു. റബ്ബർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലയിലും തൊഴിൽ വൈദഗ്ധ്യമുള്ള ആളുകളെ സൃഷ്ടിക്കുന്നതിനും അതിലൂടെ കൂടുതൽ ആളുകൾക്ക് കൂടുതൽ തൊഴിൽ മേഖലകൾ, റബ്ബർ അധിഷ്ഠിതമായ തൊഴിൽ ലഭിക്കുന്ന മേഖലയിലേക്ക് കടന്നു ചെല്ലുന്നതിന് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനം സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റബ്ബർ കൃഷി മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യുന്നതിന്, റബ്ബറിൻ്റെ സംസ്കരണം മെച്ചപ്പെട്ട രീതിയിൽ നടത്തുന്നതിന്, അതുപോലെ അതിൻ്റെ ഗുണമേന്മ ഉറപ്പാക്കുന്ന രീതിയിൽ ആളുകൾക്ക് ആ രംഗത്ത് പ്രവർത്തിക്കുന്നതിന്, വ്യവസായികൾക്ക്, വ്യവസായം രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വ്യവസായം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ പരിശീലനം നൽകുന്നതിന് ഒക്കെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനങ്ങൾ കഴിയുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു വർഷം ഏകദേശം 50-ലധികം ട്രെയിനിങ് നടത്തുന്നുണ്ട്. അത് നമ്മൾ സ്ട്രക്ചർ ചെയ്ത് നടത്തുന്ന ട്രെയിനിങ്ങുകൾ. അതുകൂടാതെ തന്നെ ആളുകൾക്ക് ഈ മേഖലയിൽ ആവശ്യമായ ഈ രീതിയിലുള്ള ഒരു ട്രെയിനിങ് വേണമെന്ന് പറഞ്ഞ് സമീപിക്കുന്നവർക്ക് അതിന് ഉള്ള അവസരവും റബ്ബർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ റബ്ബർ ബോർഡിൽ ജോലി ചെയ്യുന്ന വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും അവരുടെ ഒരു ആ സ്കിൽ അപ്ഗ്രഡേഷൻ എന്നുള്ള മാത്രമല്ല, പുതിയ അറിവുകൾ എപ്പോഴും മനസ്സിലാക്കുന്നതിനും അതിനനുസരിച്ച് റബ്ബർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആവശ്യമായ സേവനം നൽകുന്നതിനും ഉള്ള ട്രെയിനിങ്ങും റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നൽകുന്നുണ്ട്. ചെറുകിട വ്യവസായികൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം സാങ്കേതിക ജ്ഞാനമുള്ള വിദഗ്ധരുടെ അഭാവം തന്നെയാണ്. ഇത്തരം ട്രെയിനിങ്ങുകൾ വഴി അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച നിലവാരം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും കഴിയുന്നുണ്ട്. റബ്ബർ ബോർഡെന്ന് പറയുന്നതിൽ വളരെയധികം സാങ്കേതിക പരിജ്ഞാനമുള്ള ആളുകൾ, റബ്ബർ മേഖലയിൽ ഏറ്റവും അധികം സാങ്കേതിക പരിജ്ഞാനവും റബ്ബറിനെ കുറിച്ച് അറിവുള്ള ആളുകളാണ് റബ്ബർ ബോർഡിൽ ജോലി ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അവരുടെ ആ അറിവ്, ഇത് സാങ്കേതിക പരിജ്ഞാനം ആവശ്യമുള്ളവർക്ക് അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്നവർക്ക് പകർന്നു നൽകുന്നതിന് റബ്ബർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനങ്ങൾ വളരെയേറെ സഹായകരമാണ്. റബ്ബർ റിസർച്ച്, ട്രെയിനിങ് എന്നീ മേഖലകളിൽ 31 വർഷത്തെ അനുഭവ പരിചയമുള്ള ഡോക്ടർ സി കുരുവിള ജേക്കബാണ് റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ കീഴിൽ നിരവധി ഫാക്കൽറ്റികളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ഡോക്ടർ സി കുരുവിള ജേക്കബ്, ഈ ഒരു സ്ഥാപനം തുടക്കമായിട്ട് ഏകദേശം 14 വർഷത്തോളം ആയിരിക്കുന്നു. ഇത് തുടക്കത്തിൽ വെച്ച ലക്ഷ്യങ്ങൾ, ആ ഒരു ദൗത്യം പൂർത്തീകരിക്കുവാൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം സാധിച്ചു? ഈ റബ്ബർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് റബ്ബർ ബോർഡിൻ്റെ പരിശീലന വിഭാഗമാണ്. റബ്ബർ ബോർഡ് എന്ന് പറയുന്ന സ്ഥാപനം കേന്ദ്ര സർക്കാരിൻ്റെ വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു പ്രസ്ഥാനമാണ്. റബ്ബർ കൃഷിയും റബ്ബർ അധിഷ്ഠിത വ്യവസായത്തെയും പ്രോത്സാഹിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും അതിൻ്റെ ഡെവലപ്മെൻറ്റ്സിനെ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് റബ്ബർ ബോർഡിൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിൽ എത്തുന്നതിനുള്ള മാർഗങ്ങളിലൊന്നാണ് പരിശീലന പരിപാടികൾ. റബ്ബർ മേഖലയിലുള്ള എല്ലാവർക്കും ആവശ്യമായ പരിശീലനങ്ങൾ നൽകുക എന്നുള്ളതാണ് ഈ റബ്ബർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ദൗത്യം. കഴിഞ്ഞ 14 വർഷമായി ഈ ദൗത്യം നിർവഹിക്കുന്നതിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ഓരോ വർഷവും ഏതാണ്ട് 200ഓളം വിവിധ ട്രെയിനിങ് ബാച്ചുകളിലൂടെ ഏതാണ്ട് 5000ഓളം ആളുകളെ ട്രെയിൻ ചെയ്യുന്നതിന് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഓരോ വർഷവും സാധിച്ചിട്ടുണ്ട്. ഇത് റബ്ബർ മേഖലയുടെ വികസനത്തിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട് എന്നാണ് നമ്മളുടെ ഫീഡ്ബാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. പരിശീലന പരിപാടികൾ എന്നതുകൊണ്ട് എന്താണ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്? ഈ പരിശീലനങ്ങൾ, നമ്മുടെ ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശീലനം പ്രധാനമായിട്ടും
പ്രായോഗിക പരിശീലനത്തിൽ ഊന്നിയുള്ള പരിശീലന പരിപാടികളാണ്. നമ്മളുടെ ഈ റബ്ബർ മേഖലയിലുള്ള ആളുകളുടെ സ്കിൽ ഡെവലപ്മെൻറ്റ്, അതായത് അവരുടെ പ്രവർത്തനശേഷി കൂട്ടുക എന്നുള്ളതാണ് ഈ മിക്ക ട്രെയിനിങ് പ്രോഗ്രാമുകളുടെയും ഉദ്ദേശം. ഇതിന് വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള വിജ്ഞാനം പ്രദാനം ചെയ്യുന്ന ക്ലാസ്സുകൾ, പ്രാക്ടിക്കൽ ട്രെയിനിങ്ങുകൾ, വർക്ക്ഷോപ്പ് ആക്ടിവിറ്റി, അതുപോലെ തന്നെ ഈ ഫീൽഡ് വിസിറ്റ്, അതായത് തോട്ടങ്ങൾ പോയി ഉള്ള ഡിസ്കഷൻ, പിന്നെ ഫാക്ടറികൾ വിസിറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള ട്രെയിനിങ് ആക്ടിവിറ്റി കോർത്തിണക്കിയാണ് ഓരോ പ്രോഗ്രാമും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു പരിശീലനം പൂർത്തിയാക്കി ഇറങ്ങുമ്പോൾ ആ പരിശീലനത്തിൽ പകർന്നു കൊടുത്ത വിജ്ഞാനം നേരിട്ട് അവരവരുടെ പ്രവർത്തന മേഖലകളിൽ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഈ ഓരോ പരിശീലനവും നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രയോജനം പഠിച്ച് ഇറങ്ങുന്ന മിക്ക ആളുകളും ഇമ്മീഡിയറ്റ് ആയിട്ട് ഉടനെ തന്നെ ഉപയോഗിക്കുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായും ചെറുകിട കർഷകർക്ക് ഇത്തരം ഒരു ട്രെയിനിങ് വളരെയധികം പ്രയോജനപ്പെടുന്നു എന്ന് തന്നെ കരുതാമല്ലോ. തീർച്ചയായിട്ടും ചെറുകിട കർഷകരാണ് ഇവിടുത്തെ ട്രെയിനിങ്ങുകളിൽ പങ്കെടുക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും. ചെറുകിട കർഷകർക്ക് വേണ്ട അവർ കൃഷിയെ സംബന്ധിച്ച ഓരോ മേഖലകളിലും ഉള്ള ഫോക്കസ്ഡ് ട്രെയിനിങ്ങുകളിലാണ് ഞങ്ങളിപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതിന് ഉദാഹരണമായിട്ട് നഴ്സറിയിൽ ഉള്ള ആക്ടിവിറ്റികളിലെല്ലാം പ്രായോഗിക പരിശീലനം, അതുപോലെ റൂട്ട് ട്രെയിനർ പ്ലാന്റ്സ് ഉണ്ടാക്കുന്നതിനുള്ള കപ്പ് തൈകൾ അത് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള പരിശീലനങ്ങൾ, അതുപോലെ തന്നെ ടാപ്പിങ്ങിനുള്ള പരിശീലനം, വിള സംരക്ഷണത്തിനുള്ള പരിശീലനം, ഇങ്ങനെയുള്ള ഫോക്കസ്ഡ് ട്രെയിനിങ്ങുകൾക്ക് ചെറുകിട കൃഷിക്കാർക്ക് വളരെ പ്രയോജനകരമാണ്. അതിൻ്റെ വളരെ നല്ല റെസ്പോൺസാണ് അവരിൽ നിന്ന് കിട്ടുന്നത്. റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന മറ്റ് വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികൾ പോലും ഈ ഒരു സ്ഥാപനത്തിൻ്റെ പരിശീലന പരിപാടികൾക്കായി ഇവിടെ വരുന്നു, അത് പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളത് തീർച്ചയായും വളരെയധികം സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. അതേക്കുറിച്ചൊന്ന് കൂടുതൽ വിശദീകരിക്കാമോ? റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന അനേക രാജ്യങ്ങളുണ്ടെങ്കിലും ഇതുപോലെ ഒരു പരിശീലനത്തിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുള്ള ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെ മിക്ക റബ്ബർ കൃഷിയുള്ള മിക്ക രാജ്യങ്ങളും പരിശീലനത്തിൻ്റെ ഒരു വേദിയായി ഈ സ്ഥാപനത്തെ ഉറ്റുനോക്കുന്നുണ്ട്. നമുക്ക് മറ്റ് പല രാജ്യങ്ങളിൽ നിന്നുള്ള ട്രെയിനീസ് പരിശീലനത്തിന് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. മെക്സിക്കോ, മ്യാൻമാർ, വിയറ്റ്നാം, ഘാന എന്നീ സ്ഥലങ്ങളിലൊക്കെ നിന്നൊക്കെ നമുക്ക് പഠിതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ അടുത്തിടെ മലാവി എന്ന് പറയുന്ന ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യത്ത് അവിടെ പോയി ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടത്തുകയും ചെയ്തു. ഇങ്ങനെ നമ്മുടെ പരിശീലനം ആവശ്യമുള്ള വിദേശ രാജ്യങ്ങൾ പലതുകൊണ്ട് അവർ നമ്മളെ പലപ്പോഴും സമീപിക്കുന്നുണ്ട്. വീണ്ടും സമീപിക്കുന്നതിൻ്റെ അർത്ഥം അവർക്ക് ഇവിടുത്തെ പരിശീലനം വളരെ പ്രയോജനകരമായി എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ്. മറ്റ് യൂണിവേഴ്സിറ്റികളുമായി സഹകരിച്ച് വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ചില ട്രെയിനിങ് പരിപാടികൾ ഇവിടെ നടത്തുന്നുണ്ടല്ലോ, അതേക്കുറിച്ച് ഒന്ന് വിശദമാക്കാമോ? നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിറങ്ങുന്ന, പ്രത്യേകിച്ച് റബ്ബർ ടെക്നോളജി അല്ലെങ്കിൽ പോളിമർ ടെക്നോളജി എന്നീ വിഷയങ്ങളിലൊക്കെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനത്തിനുള്ള അവസരങ്ങൾ യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ വളരെ കുറവാണ്. ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയാണ് ഇവിടെ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പരിശീലന പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. പ്രത്യേകിച്ച് കൊച്ചി സാങ്കേതിക സർവകലാശാല, അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഖരഗ്പൂരിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളുണ്ട് നമ്മുടെ ചെന്നൈയിലുള്ളത്, അതുപോലെ അഗർത്തലയിലുള്ള ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, വിവിധ എൻജിനീയറിംഗ് കോളേജുകൾ, പോളിടെക്നിക്കുകൾ, ഇവയിലൊക്കെയുള്ള വിദ്യാർത്ഥികൾ ചെറിയ ഒരു പീരീഡ് 3 ആഴ്ച 1 മാസം വരെയുള്ള ട്രെയിനിങ് പ്രോഗ്രാമിൽ പൂർണ്ണമായും പ്രായോഗിക പരിശീലനമാണ് അതിൽ നൽകുന്നത്. അങ്ങനെയുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഇവിടെ പഠിക്കുന്നതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ചില യൂണിവേഴ്സിറ്റികളിൽ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി പോലെയുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ അവരുടെ പ്രായോഗിക പരിശീലനവും അതോടൊപ്പമുള്ള പരീക്ഷ വരെയും ഈ സ്ഥാപനം തന്നെ നടത്തി കൊടുക്കുന്നുണ്ട്. താങ്കളും ഒരു സയൻറ്റിസ്റ്റ് തന്നെയാണല്ലോ.
റബ്ബർ ഗവേഷണ രംഗത്തും റബ്ബർ കാർഷിക രംഗത്തുമൊക്കെ സയൻറ്റിസ്റ്റുകൾക്ക് എത്രമാത്രം ഉന്നതി അല്ലെങ്കിൽ എത്രമാത്രം പ്രയോജനങ്ങൾ വരുത്തുവാൻ സാധിക്കുന്നുണ്ട്? 1950 നമ്മളുടെ പ്രതി ഹെക്ടർ ഈൽഡ് അഥവാ ഉൽപ്പാദനം ഏതാണ്ട് 300 കിലോഗ്രാമിനടുത്തായിരുന്നു. ഇന്നത് 1800 കിലോഗ്രാം കവിഞ്ഞു നിൽക്കുന്നു. ഇതിലെ ഒരു പ്രധാന പങ്ക് ശാസ്ത്രീയ കൃഷിക്കാണ്. മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ കൃഷിയിടങ്ങളിൽ ഏതാണ്ട് 90% സ്ഥലത്തും കൃഷി ചെയ്യുന്നത് ഈ നമ്മളുടെ ഗവേഷണ കേന്ദ്രത്തിൽ RRI വികസിപ്പിച്ചെടുത്ത RRII 105 എന്ന് പറയുന്ന ഒരു ഇനം റബ്ബറാണ്. ഇതിൻ്റെ ഉൽപ്പാദനശേഷി മറ്റ് ഇനങ്ങളെക്കാൾ നേരത്തെ നമ്മൾ വിദേശത്തു നിന്ന് കൊണ്ടുവരുന്ന ഇനങ്ങളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവയേക്കാളൊക്കെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിനെ താരതമ്യേന നല്ല രോഗപ്രതിരോധ ശേഷിയുമുണ്ട്. ഇതുകൊണ്ട് തന്നെ കൃഷിക്കാരുടെ ഇടയിൽ ഇത് വളരെ പോപ്പുലറാകുകയും അതുകൊണ്ട് 90% തോട്ടങ്ങളിൽ ഈ കൃഷി വരികയും ചെയ്തു. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ നമ്മളുടെ വിളവ് ഈൽഡ് വളരെയധികം വർദ്ധിച്ചു. ഇന്ന് ലോകരാജ്യങ്ങളിലെ ഉൽപ്പാദനക്ഷമതയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യയാണ് എങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഒരു പ്രധാന കാരണം ശാസ്ത്രീയ റബ്ബർ കൃഷിയാണ്. ഗവേഷണം അതിനെ വളരെയധികം സഹായിച്ചിട്ടുമുണ്ട്. തീർച്ചയായും ഒരു മോട്ടിവേഷൻ ഏതൊരു മേഖലയിലും വളരെയധികം പ്രധാനമായ ഒരു കാര്യം തന്നെയാണ്. ഇത്തരം പരിശീലന പരിപാടികൾ റബ്ബർ കർഷകർക്ക് പുറമെ സാധാരണ റബ്ബർ ഉദ്യോഗസ്ഥർക്കും നൽകുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഈ സ്ഥാപനത്തിൽ റബ്ബർ മേഖലയിലെ വിവിധ ജോലികൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് കൂടുതലും റബ്ബർ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ, അവർക്ക് വേണ്ടിയുള്ള വിവിധ ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമ്മൾ നടത്താറുണ്ട്. നമ്മളുടെ ഒരു പ്രധാന വിഭാഗം, കൃഷിക്കാരുമായി കൂടുതൽ സംബന്ധിക്കുന്ന പ്രധാന വിഭാഗം റബ്ബറിൻ്റെ എക്സ്റ്റൻഷൻ ഓഫീസേഴ്സാണ്. റബ്ബർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള എക്സ്റ്റൻഷൻ ഓഫീസേഴ്സ്. എല്ലാ വർഷവും അവർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യാറുണ്ട്. അതിൽ പ്രധാനമായി ഫോക്കസ് ചെയ്യുന്നത് റബ്ബർ കൃഷിയെ മാത്രമല്ല, എങ്ങനെ ഫലപ്രദമായി കൃഷി സംബന്ധമായ അറിവ് കൃഷിക്കാരിൽ എത്തിച്ചു കൊടുക്കാം എന്നുള്ളതിനെ കൂടി ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ മറ്റ് റബ്ബറിൻ്റെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് അത് വേണ്ടിയുള്ള പ്രോഗ്രാംസ് നടത്തുന്നു. പിന്നെ റബ്ബർ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഇന്ത്യൻ റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് സഹകരിച്ചുകൊണ്ട് തുടർ വിദ്യാഭ്യാസ പദ്ധതികൾ നടത്തുന്നു. അതേപോലെ തന്നെ റബ്ബർ മേഖലയിൽ വളരെയധികം പ്രവർത്തിക്കുന്ന റബ്ബർ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി, ഉൽപ്പാദക സംഘങ്ങൾ, അവരുടെ നേതാക്കന്മാർക്ക് വേണ്ടിയുള്ള പരിശീലനങ്ങൾ, അത് എല്ലാ മാസവും ആ പരിശീലനമുണ്ട്, അത് ഇവിടെ നടത്തുന്നു. അതിൽ കൂടി അവർക്ക് അവരുടെ ഉൽപ്പാദക സംഘത്തിന് വേണ്ടി ഒരു കർമ്മ പരിപാടി തയ്യാറാക്കുന്നതിനും അവർക്ക് സാധിക്കുന്നുണ്ട്. 1955 മുതൽ റബ്ബർ ബോർഡ് ഗവേഷണ, വിജ്ഞാന, വിപണന, വികസന പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ട് നേടിയെടുത്ത അനുഭവജ്ഞാനമാണ് റബ്ബർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കൈമുതൽ. റബ്ബർ കൃഷി, പ്ലാന്റേഷൻ മാനേജ്മെന്റ്, റബ്ബർ പ്രോസസ്സിംഗ്, ഉൽപ്പന്ന നിർമ്മാണം, ക്വാളിറ്റി കൺട്രോൾ, വിപണനം എന്നീ മേഖലകളിലെല്ലാം പരിശീലന പദ്ധതികളുള്ള ഒരു ISO 9001-2008 സർട്ടിഫിക്കറ്റ് സ്ഥാപനമായ റബ്ബർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിരവധി സേവന പ്രവർത്തനങ്ങളാണ് കാർഷിക വിദ്യാഭ്യാസ രംഗത്ത് നൽകിയിട്ടുള്ളത്. റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പരിശീലന പരിപാടികളെക്കുറിച്ചും ഫലസിദ്ധിയെക്കുറിച്ചും ഇവിടെ പരിശീലനത്തിനെത്തിയ കർഷകരുടെ അഭിപ്രായം നമുക്കൊന്നറിയാം. ബഡ്ഡനങ്ങളെ പറ്റിയുള്ള ക്ലാസ്സിനാണ് ആദ്യം വന്നത്. അത് ഓരോ ഇനത്തെപ്പറ്റിയും വിശദമായിട്ട് ഇവിടെ ക്ലാസ്സിൽ സംസാരിച്ചു. പിന്നീട് ഇത് പല ഇനം കൃഷി ചെയ്തിട്ടുള്ള തോട്ടത്തിൽ കൊണ്ടുപോയി ഓരോന്നിനെ പറ്റിയും കാണിച്ചു തന്ന്, അപ്പോൾ നമുക്ക് കണ്ട് പിന്നെ കർഷകരുടെ അനുഭവങ്ങളും കൂടെ ആ കൂട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു. അവിടെ അനേകം തരത്തിൽപ്പെട്ട റബ്ബറുകൾ പരീക്ഷണാർത്ഥം വെച്ചിട്ടുണ്ട്. അതിനെ എല്ലാം കൊണ്ടുപോയി കാണിച്ച് ഫീൽഡ് വിസിറ്റായിരുന്നു കൂടുതലായിട്ടും അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ പഠിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഫീൽഡിലത് പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് റബ്ബറിന് നല്ല ഉൽപ്പാദനം കിട്ടുന്നുണ്ട്. 3200-3400 കിലോ ഒരു ഹെക്ടർ സ്ഥലത്ത് നിന്ന്
കിട്ടാറുണ്ട്. ഇവിടെ അനേകം വിഷയങ്ങളെ പറ്റിയുള്ള ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. വളരെ നല്ല അനുഭവമാണ് വന്ന കർഷകർ പറയുന്നത്. എൻ്റെ അനുഭവത്തിലും അതെ, വരുന്ന കർഷകരൊക്കെ നല്ല അഭിപ്രായങ്ങൾ ഇവിടുന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. റബ്ബർ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥാപനമാണ് റബ്ബർ ബോർഡ്. കാരണം അവർ കർഷകരുമായിട്ടുള്ള സഹകരണവും ഇൻ്ററാക്ഷനും പിന്നെ ഞങ്ങളുമായിട്ടുള്ള ഈവൻ ഹ്യൂമൻ സൈഡ് പോലും വളരെ ഇഷ്ടപ്പെടാറുണ്ട്. എൻ്റെ ജീവിതം തന്നെ, ഞാൻ ഈ പാൻസും കോട്ട് ഇട്ടിട്ടേ ഉള്ളൂ, ചെറുകിട കൃഷിക്കാരനാണ് ഞാൻ, വിദ്യാഭ്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ എൻ്റെ ജീവിതം തന്നെ റബ്ബറിൽ നിന്നുള്ള ഇൻകമാണ് എൻ്റെ ഇത്രയും കാലത്തെ ജീവിതം. 53 വയസ്സായിട്ടുള്ള എന്ന് പറഞ്ഞാൽ എനിക്കിതിനോടൊരു വൈകാരിക അംശമുണ്ട്. അത് തന്നെയല്ല, ചെറുപ്പം മുതലേ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത്. റബ്ബർ ഓഫീസേഴ്സുമായിട്ട് വളരെ ചെറുപ്പം മുതലേ എനിക്ക് ബന്ധമുണ്ട്. എൻ്റെ അനുഭവം വളരെ വളരെ പോസിറ്റീവാണ്. ഇപ്പോൾ രാവിലെ ഗുരുവിള സാറിൻ്റെ സെഷൻ കളഞ്ഞു, വളരെ കോംപ്രഹെൻസീവും വളരെ ഷാർപ്പുമായിട്ടുള്ള ഒരു അനാലിസിസ് ആയിരുന്നു സാറിൻ്റെ. ട്രെയിനിങ് എപ്പോഴും ആവശ്യമാണല്ലോ, എഡ്യൂക്കേഷൻ എപ്പോഴും ആവശ്യമാണ്. കാരണം ഈ ഫീൽഡ് ഒരു സയൻറ്റിഫിക് ആയിട്ട് റിസർച്ച് നടക്കുന്നൊരു ഫീൽഡാണ്. അതിൻ്റെ ആപ്ലിക്കേഷന് ട്രെയിനിങ് വേണം. തൊഴിൽ രഹിതരായ യുവാക്കളെ തൊഴിൽദാതാക്കളാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ചെറുകിട റബ്ബർ അധിഷ്ഠിത വ്യവസായ സംരംഭക പ്രോഗ്രാമുകളും കിറ്റ്കോ, വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകൾ, ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ, വ്യവസായ വകുപ്പ് തുടങ്ങിയ സ്ഥാപനങ്ങളുമായി ചേർന്ന് ഇവിടെ നടത്തിവരുന്നു. റബ്ബർ കൃഷി, ഉൽപാദനം, സംസ്കരണം, റബ്ബർ അധിഷ്ഠിത വ്യവസായം, വിപണനം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ നൂതന സാങ്കേതിക വിദ്യ ട്രെയിനിങ്ങിലൂടെ പങ്കുവച്ച് റബ്ബർ മേഖലയ്ക്കാകെ സുസജ്ജമായ മാനുഷിക വിഭവശേഷി ലഭ്യമാക്കുക എന്നതാണ് ഈ സ്ഥാപനത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. കോട്ടയം നഗരത്തിൽ നിന്നും 8 കിലോമീറ്റർ മാറി കോട്ടയം കുമളി റോഡിലുള്ള പുതുപ്പള്ളിയിൽ പ്രകൃതിരമണീയമായ മികച്ച പഠനാന്തരീക്ഷത്തിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത്.